ഹായ്, എല്ലാവർക്കും PSC ലേണിംഗ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ PSC ബുള്ളറ്റിനിലെ ആനുകാലികമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നവംബർ മാസം 15 വന്ന PSC ബുള്ളറ്റിനിലെ ആനുകാലിക വിഷയങ്ങൾ നമുക്ക് നോക്കാം. ആദ്യത്തെ വാർത്ത, തിരുവനന്തപുരം കോർപ്പറേഷൻ UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം. ഇന്ത്യയിൽ നിന്ന് ഈ പുരസ്കാരം നേടുന്ന ആദ്യത്തെ നഗരം തിരുവനന്തപുരമാണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കാര്യം തിരുവനന്തപുരം കോർപ്പറേഷൻ UN ഷാങ്ഹായ് ഗ്ലോബൽ പുരസ്കാരം ഇന്ത്യയിൽ നിന്ന് ആദ്യം നേടുന്ന ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ നഗരമാണ് തിരുവനന്തപുരം. അടുത്ത വാർത്ത, സംസ്ഥാന സർക്കാരിൻ്റെ പരമോന്നത സാഹിത്യ പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം NS മാധവന് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. അദ്ദേഹത്തിൻ്റെ തിരുത്ത് എന്ന കൃതിക്കാണ് പുരസ്കാരം. അപ്പോൾ ഈ വാർത്തയും ഇമ്പോർട്ടൻ്റ് ആണ്. എഴുത്തച്ഛൻ പുരസ്കാരം PSC പരീക്ഷകളിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം 2024 എഴുത്തച്ഛൻ പുരസ്കാരമാണ് NS മാധവന് ലഭിക്കുന്നത്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. T20 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമായി മലയാളിയായ സഞ്ജു സാംസൺ. അപ്പോൾ 2020 ക്രിക്കറ്റിൽ തുടർച്ചയായി 2 സെഞ്ചുറികൾ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് മലയാളിയായ സഞ്ജു വി സാംസൺ തന്നെ ആണ് ഒരു കലണ്ടർ വർഷം 3 സെഞ്ചുറികൾ നേടുന്ന ആദ്യ കളിക്കാരനായിട്ടുള്ളത് സഞ്ജു വി സാംസണാണ്. ഈ വർഷത്തെ ബുക്കർ സമ്മാനം ബ്രിട്ടീഷ് സാഹിത്യകാരിയായ സാമന്ത ഹാർവിയുടെ ഓർബിറ്റർ എന്ന നോവലിനാണ്. 29ാം UN കാലാവസ്ഥാ ഉച്ചകോടി അസർബൈജാനിലെ ബാക്കുവിലാണ്. അതായത് COP29 ബാക്കുവിലാണ്. അതുപോലെ തന്നെ COP30 ബ്രസീലിലെ ബെലാമിലാണ്. സംസ്ഥാന സ്കൂൾ കായികമേള തിരുവനന്തപുരം ജില്ല ഓവറോൾ ചാമ്പ്യന്മാരായി. അത്ലറ്റിക്സിൽ മലപ്പുറത്തിന് കിരീടം. മലപ്പുറം കടകശ്ശേരി ഐഡിയൽ EHSS അത്ലറ്റിക്സിൽ ചാമ്പ്യൻ സ്കൂളായി. അപ്പോൾ ഇപ്രാവശ്യത്തെ സംസ്ഥാന കായികമേളയിൽ തിരുവനന്തപുരം ജില്ലയാണ് ഓവറോൾ ചാമ്പ്യന്മാരായത്. അത്ലറ്റിക്സിൽ മലപ്പുറത്തിനാണ് കിരീടം. മലപ്പുറം കടകശ്ശേരി ഐഡിയൽ EHSS ആണ് അത്ലറ്റിക്സിലെ ചാമ്പ്യന്മാർ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓവറോൾ കിട്ടിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയ്ക്ക്. അതുപോലെ തന്നെ അത്ലറ്റിക്സിൽ ചാമ്പ്യന്മാരായിരിക്കുന്നത് മലപ്പുറമാണ്. അതുപോലെ തന്നെ ചാമ്പ്യൻ സ്കൂളായത് EHSS മലപ്പുറം കടകശ്ശേരി ഐഡിയൽ സ്കൂളാണ്. അടുത്തതായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത്, അമേരിക്കയിലെ 47ാം പ്രസിഡൻ്റായി ഡൊണാൾഡ് ട്രംപ് 2025 ജനുവരി 20 സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. 78 വയസ്സ് പ്രായമുള്ള ട്രംപ് US പ്രസിഡൻ്റാകുന്ന പ്രായം കൂടിയ ആളാണ്. അത് മാത്രമല്ല 130 വർഷത്തിന് ശേഷം തുടർച്ചയല്ലാതെ വീണ്ടും പ്രസിഡന്റ് സ്ഥാനത്തെത്തുന്ന വ്യക്തിയാണ് അദ്ദേഹം. ഡെമോക്രാറ്റിക് പാർട്ടിയുടെ കമല ഹാരിസിനെയാണ് അദ്ദേഹം പരാജയപ്പെടുത്തിയത്. JD വാൻസ് ആണ് ട്രംപിൻ്റെ വൈസ് പ്രസിഡന്റ്. സൗരയൂഥത്തിന് പുറത്ത് ഭൂമിയേക്കാൾ 5 ഇരട്ടി വലുപ്പവും 60 ഇരട്ടി ഭാരവുമുള്ള ഗ്രഹം കണ്ടെത്തിയിരിക്കുകയാണ് ഇന്ത്യൻ ശാസ്ത്രജ്ഞർ. TOI 6651b എന്നാണ് ഈ ഗ്രഹത്തിൻ്റെ പേര്. TOI
6651b എന്നാണ് ഈ ഗ്രഹത്തിൻ്റെ പേര്. കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഏകലവ്യ എന്ന് പേരിട്ട ഡ്രോൺ വികസിപ്പിച്ച് കേരള ഡിജിറ്റൽ സർവകലാശാല. അപ്പോൾ കുഴിബോംബ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഏത് ഡ്രോണാണ് എന്ന് പേരിട്ട ഡ്രോണിൻ്റെ പേരാണ് ഏകലവ്യ. അത് വികസിപ്പിച്ചത് കേരള ഡിജിറ്റൽ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ്. ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറ പുറത്തിറക്കിയ സ്റ്റാർ 1 എന്നു പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ട് ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് എന്ന ഖ്യാതി സ്വന്തമാക്കി. അതായത് ചൈനീസ് കമ്പനിയായ റോബോട്ട് ഇറ എന്നാണ് ചൈനീസ് കമ്പനിയുടെ പേര്. അവർ പുറത്തിറക്കിയ സ്റ്റാർ 1 എന്നു പേരുള്ള ഹ്യൂമനോയിഡ് റോബോട്ടാണ് ലോകത്തിലെ ഏറ്റവും വേഗമുള്ള റോബോട്ട് എന്ന ഖ്യാതി സ്വന്തമാക്കിയത്. സൂര്യനിൽ ജൂലൈ 16 സംഭവിച്ച കൊറോണൽ മാസ് ഇജക്ഷൻ്റെ പ്രഭവ സമയം കണക്കാക്കി ആദിത്യ L1 പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്. അതായത് സൂര്യനിൽ ജൂലൈ 16 സംഭവിച്ചതാണ് ഈ കൊറോണൽ മാസ് ഇജക്ഷൻ. അതായത് സൂര്യനിലെ പ്ലാസ്മയുടെ പുറന്തള്ളലാണ് ഈ കൊറോണൽ മാസ് ഇജക്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പ്രഭവ സമയം, അത് എപ്പോഴാണ് അത് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ള ആ സമയം കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്തതാണ് ആദിത്യ L1 പേടകത്തിലെ വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്. അതായത് ആദിത്യ L1 പേടകത്തിലെ ഒരു മൊഡ്യൂളാണ് വിസിബിൾ എമിഷൻ ലൈൻ കൊറോണോഗ്രാഫ്, VELC എന്ന് പറയുന്നത്. അതാണ് ഈ പ്രഭവ സമയം കറക്റ്റായിട്ട് കണക്കാക്കിയത്. ഇനി നമ്മുടെ പ്രതിരോധ സെക്രട്ടറി ആയിട്ട് രാജേഷ് കുമാർ സിംഗ് ചുമതലയേറ്റു. പൊതു നന്മയ്ക്കായി ഏത് സ്വകാര്യ സ്വത്തും സർക്കാരിന് ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാവില്ലെന്ന സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് സുപ്രീം കോർട്ടാണ്. നമ്മുടെ സുപ്രീം കോർട്ട് ഈ അടുത്ത് ഒരു സുപ്രധാന വിധി പുറപ്പെടുവിച്ചത് ഏത് സ്വകാര്യ സ്വത്തും സർക്കാരിന് ഏറ്റെടുത്ത് വിതരണം ചെയ്യാനാവില്ല എന്നാണ് പറയുന്നത്. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിൻ്റെ ഭാഗമാണെന്നും അത് നിയന്ത്രിക്കാനാകില്ലെന്നും നിരീക്ഷിച്ച് കേരള ഹൈക്കോടതി. അപ്പോൾ എന്താണ് പറഞ്ഞത്? കേരള ഹൈക്കോടതി ഒരു സുപ്രധാന വിധിയാണിത്. മാധ്യമ സ്വാതന്ത്ര്യം ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശത്തിൻ്റെ ഭാഗമാണെന്ന് അത് നിയന്ത്രിക്കാനാകില്ല എന്നാണ് കേരള ഹൈക്കോടതി നിരീക്ഷിച്ചത്. ഇനി നമുക്ക് കേരള പുരസ്കാരങ്ങളെക്കുറിച്ച് നോക്കാം. ആദ്യം കേരള ജ്യോതി പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? MK സാനുവിന്, അധ്യാപകനും എഴുത്തുകാരനുമായ MK സാനുവിനാണ് കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചത്. അതുപോലെ തന്നെ കേരള പ്രഭ പുരസ്കാരങ്ങൾ ലഭിച്ചത് ശാസ്ത്ര സാങ്കേതികത്തിന് ISRO ചെയർമാനായ S സോമനാഥനും കൃഷി വിഭാഗത്തിൽ ജൈവ കർഷകയായ ഭുവനേശ്വരിക്കും കലയിൽ കലാമണ്ഡലം വിമല മേനോനും ആരോഗ്യമേഖലയിൽ നിന്ന് ഡോക്ടർ TK ജയകുമാറും കാലിഗ്രഫി മേഖലയിൽ നിന്ന് നാരായണ ഭട്ടതിരിയും കായികത്തിൽ നിന്ന് സഞ്ജു സാംസണും സാമൂഹിക സേവനത്തിൽ നിന്ന് ഷൈജ ബേബിയും വ്യവസായ വാണിജ്യത്തിൽ നിന്ന് VK മാത്യൂസുമാണ്. ഇനി ബാലൻ ഡ്യോർ 2024 നമുക്ക് നോക്കാം. മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് മാഞ്ചസ്റ്റർ സിറ്റിയുടെ റോഡ്രിയാണ്. മികച്ച വനിതാ താരമായിട്ട് ബാഴ്സലോണയുടെ ഐറ്റാന ബോൺമാറ്റിയാണ്. മികച്ച പരിശീലകനായി തിരഞ്ഞെടുത്തത് കാർലോ ആൻസലോട്ടിനെയാണ്. മികച്ച പരിശീലകയായിട്ട് എമ്മ ഹയസ് എന്ന് പറയുന്നവരെയാണ് തിരഞ്ഞെടുക്കുന്നത്. മികച്ച യുവതാരമായിട്ട് തിരഞ്ഞെടുത്തത് ലാമിൻ യമാലിനെയാണ്. ബാഴ്സലോണയുടെ ലാമിൻ യമാലിനെയാണ്. ടോപ്പ് സ്കോററായിട്ട് തിരഞ്ഞെടുത്തത് കിലിയൻ എംബാപ്പെ, PSG-യുടെ കിലിയൻ എംബാപ്പയാണ്. അതുപോലെ തന്നെ ഹാരി കെയ്ൻ, ബയൺ മ്യൂണിക്കിലെ ഹാരി കെയ്നും ടോപ്പ് സ്കോററായിട്ട് തിരഞ്ഞെടുത്തു. മികച്ച ഗോൾ കീപ്പറായിട്ട് തിരഞ്ഞെടുത്തത് എമിലിയാനോ മാർട്ടിനസിനാണ്. കാരുണ്യ പ്രവർത്തനത്തിനുള്ള പുരസ്കാരം ലഭിച്ചത് ജെനിഫർ ഹെർമോസോ എന്ന് പറയുന്ന ആൾക്കാണ്. മികച്ച പുരുഷ ടീം റയൽ മാഡ്രിഡും മികച്ച വനിതാ ടീം ബാഴ്സലോണയാണ്.
സ്വകാര്യത മൗലികാവകാശമാക്കാൻ പോരാടിയ കർണാടക ഹൈക്കോടതി മുൻ ചീഫ് ജസ്റ്റിസ് KS പുട്ടസ്വാമി അന്തരിച്ചു. US പോപ്പ് സംഗീത ലോകത്ത് ഏറെ പതിറ്റാണ്ടിലേറെ നിറഞ്ഞു നിന്ന ക്വിൻസി ജോൺസ് അന്തരിച്ചു. 28 ഗ്രാമി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സാരംഗി ഇതിഹാസം പണ്ഡിറ്റ് രാം നാരായൺ അന്തരിച്ചു. സാഹിത്യ നിരൂപകൻ പ്രൊഫസർ മാമ്പുയ കുമാരൻ അന്തരിച്ചു. പ്രമുഖ സിനിമാ നാടക നടൻ ചെറുവത്തൂർ TP കുഞ്ഞിക്കണ്ണൻ ചെറുവത്തൂർ അന്തരിച്ചു. വിവിധ ഭാഷകളിൽ നിന്ന് 107 കൃതികൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ പ്രമുഖ വിവർത്തകൻ MP സദാശിവൻ അന്തരിച്ചു. പ്രശസ്ത തമിഴ്, ഹിന്ദി, തെലുഗു സിനിമാ നടൻ ഡൽഹി ഗണേശ് അന്തരിച്ചു. മലയാളത്തിലെ 10 സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട്. കേരളത്തിലെ മുൻ ഫിഷറീസ് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി MT പത്മ അന്തരിച്ചു. ആദ്യമായി ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ കിക്കി ഹക്കൻസൺ അന്തരിച്ചു. അപ്പോൾ ഇത്രയാണ് നവംബർ മാസം 15 വന്ന PSC ബുള്ളറ്റിനിലുള്ള വാർത്തകൾ. ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടുവെന്ന് ആണ് വിചാരിക്കുന്നത്. ഇതുപോലെയുള്ള ഈ PSC ബുള്ളറ്റിൻ്റെ വീഡിയോകളും അതുപോലെ തന്നെ PSCയുടെ പല ടോപ്പിക്കുകളും ഈ ചാനലിലൂടെ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക.